ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് വെച്ച് 2 ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ ഗുണം എന്താണെന്നോ, നല്ല ഗ്ലോ കിട്ടും. ബീട്രൂട്ട് ജ്യൂസിന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ചുണ്ടിലൊക്കെ പിന്നെ നാച്ചുറൽ റെമഡിയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസാണല്ലേ ചേർക്കുന്നത്. അപ്പോൾ നല്ല ഗ്ലോ കിട്ടാൻ മാത്രമല്ല കേട്ടോ, ഇനി ചുമന്ന് തുടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് എങ്ങാനും ചുമന്ന് തുടുത്തില്ലെങ്കിൽ എന്നോട് വഴക്കിന് വരരുത്. എന്തായാലും നല്ലൊരു മുഖത്ത് നല്ലൊരു ഗ്ലേസിങ് കിട്ടുകയും അതുപോലെ നല്ല സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും കേട്ടോ. അതാണ് ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ കൊണ്ട് ഈ പാക്ക് ഉണ്ടാക്കണേ. മാത്രമല്ല ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ സി ധാരാളം ഉണ്ട്. അപ്പോൾ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിന് എല്ലാത്തിനും ബീട്രൂട്ട് ജ്യൂസ് നല്ലതാണ്. ബീട്രൂട്ട് ജ്യൂസിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ തീർച്ചയായിട്ടും അതൊന്ന് കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ഫേസ് പാക്കാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് പൊട്ടറ്റോ പേസ്റ്റ് വെച്ചുണ്ടാക്കാം. പൊട്ടറ്റോ പേസ്റ്റ് വെച്ചുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ പൊട്ടറ്റോ മതി കേട്ടോ. ഈ ചെറിയ പൊട്ടറ്റോ നമുക്കത് നന്നായിട്ട് ബോയിൽ ചെയ്യണം, അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തതിന് ശേഷം ആ വെള്ളത്തിൽ, അപ്പം നമ്മൾ ബോയിൽ ചെയ്തപ്പോൾ അതിൽ കുറച്ച് വെള്ളം കാണുമല്ലോ, കുറച്ച് വെള്ളത്തിൽ ബോയിൽ ചെയ്താൽ മതി കേട്ടോ. ആ വെള്ളത്തിൽ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണേ. അത് നന്നായിട്ട് അരച്ചെടുക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ ഈ പിന്നെ പൊട്ടറ്റോയുടെ പ്രത്യേകത സിങ്കും വൈറ്റമിൻ സിയും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കോളജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും സ്കിൻ ടൈറ്റ് ആവുന്നതിനും അതുപോലെ പിന്നെ പോഴ്സൊക്കെ ചുരുങ്ങുന്നതിനും അതിനെല്ലാത്തിനും ഏറ്റവും നല്ലതാണ് പൊട്ടറ്റോ. മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ചിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ്. അപ്പോൾ മുഖം ക്ലീൻ ആവുന്നതിനും എല്ലാത്തിനും ഈ പൊട്ടറ്റോ നമുക്ക് നല്ലതാണ്. അപ്പോൾ പൊട്ടറ്റോ നമ്മളിങ്ങനെ ഉടച്ചെടുക്കണേ. പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ്, പിന്നെ വൈറ്റമിൻ എ ടാബ്ലറ്റും വേണം. അപ്പോൾ ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി, അല്ലെങ്കിൽ പിന്നെ വൈറ്റമിൻ ഇ മാത്രം മതി. പിന്നെ എ കിട്ടിയില്ലെങ്കിൽ ഇനി എ കിട്ടാൻ വഴിയില്ലാന്ന് പലരും പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും എ ക്യാപ്സൂളായിട്ട് കിട്ടുന്നുണ്ട് വൈറ്റമിൻ എ. അപ്പോൾ പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഡ്രോപ്സ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന്. അതിന് കുഴപ്പമില്ല കേട്ടോ, അത് നമുക്ക് ഒരു തുള്ളി ഒഴിച്ചാൽ മതി. അത് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും ഒഴിച്ചാൽ നല്ലതാണ്. കാരണം എ എന്ന് പറയുമ്പോൾ നല്ല മോയ്സ്ചറൈസറാണ്, നല്ല കളർ കിട്ടുന്നതിനും ഡിസ്കളറേഷൻ പോകുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. ഇ എന്ന് പറയുമ്പോൾ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്, ഡ്രൈനെസ് പോകുന്നതിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളിതിൽ ഉപയോഗിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പൊട്ടറ്റോ പേസ്റ്റാക്കിയത് 2 സ്പൂൺ വേണേ. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് ഒഴിക്കണം, 1 വൈറ്റമിൻ ഇയും 1 വൈറ്റമിൻ എയും കേട്ടോ. അത് സ്ക്യൂസ് ചെയ്ത് അതിലേക്ക് ഒഴിക്കുക. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് നമുക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ. ഒരാഴ്ചയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി, അതിൽ കൂടുതൽ നമ്മൾ അത് ഉപയോഗിക്കണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആവേ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നോ, ഈ ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ അതിന് വെള്ളം ചേർക്കരുത് കേട്ടോ. അത് നന്നായിട്ട് പിന്നെ അരിഞ്ഞിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് കളഞ്ഞ് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് വെള്ളം ഇല്ലാതെ അത് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് സ്ട്രെയിനർ വെച്ച് പിഴിഞ്ഞ് എടുക്കണേ, അല്ലാണ്ട് വെള്ളം ചേർത്ത് അടിച്ചേക്കല്ലേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 1 സ്പൂണ് മതി. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ആദ്യത്തെ ഫേസ് പാക്ക്. സ്കിൻ ഗ്ലോ കിട്ടുന്നതിനും സ്കിന്നിന് നല്ല ഗ്ലേസിങ് കിട്ടുന്നതിനും നല്ല ചുമന്ന് തുടുക്കുന്നതിനും എല്ലാത്തിനുമായിട്ടുള്ള ഒന്നാമത്തെ പാക്കാണ്. അടുത്തൊരു പാക്കും കൂടെ പറയട്ടെ. നമ്മുടെ മുഖം ചുമന്ന് തുടുക്കാനായിട്ട് അതിന് നമുക്ക് വേണ്ടത് റോസ് പെറ്റലാണ്. അത് നമുക്ക് റെഡ് റോസ് എടുക്കാം, പിന്നെ റോസ് നിറത്തിലുള്ളതൊക്കെ എടുക്കാം കേട്ടോ. റെഡ് റോസാണ്
കുറേ കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ റെഡ് റോസ് പെറ്റൽ നമുക്ക് നന്നായിട്ട് കഴുകി അത് പേസ്റ്റാക്കണം. ഓക്കെ. അപ്പോൾ റെഡ് റോസിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി ധാരാളം ഉണ്ട്. അപ്പോൾ ബ്രൈറ്റൻ ചെയ്യുന്നതിന് നല്ലതാണ്. പിന്നെ സണ്ണിനെ ബ്ലോക്ക് ചെയ്യുന്നതിനും വൈറ്റമിൻ സി നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ പോകുന്നതിനും നല്ലതാണ്. പിന്നെ ആൻറ്റി ഏജിങ് പ്രോസസ്സ് ധാരാളമുണ്ട്, ബ്രൈറ്റ് ആകും. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, ടോണറാണ് അല്ലേ. നമ്മളെപ്പോഴും പറയുമല്ലോ റോസ് വാട്ടർ നല്ല ഒന്നാം തരം ടോണറാണ്. അതുപോലെ റോസ് പെറ്റലും നല്ല ഒന്നാം തരം ടോണറാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ റോസ് പെറ്റൽ എടുക്കുന്നതിൻ്റെ കാരണം. പിന്നെ അടുത്തത് നമ്മൾ ബീറ്റ്റൂട്ട് ജ്യൂസ് എടുക്കുന്നു. അപ്പോൾ അതിന് ഞാൻ ഇനി പറയണ്ടല്ലോ, അതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഗ്ലോ കിട്ടുന്നതിന് ഏറ്റവും നല്ലതാണ് ബീറ്റ്റൂട്ട് ജ്യൂസ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ല്, അതല്ലെങ്കിൽ പിന്നെ ഫ്ലാക്സ് സീഡ് ജെല്ല്. അപ്പോൾ അലോവേറ ജെല്ലാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളെങ്കിൽ അത് ഇട്ടാൽ മതി. ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. പെട്ടെന്ന് ഒരു സ്പൂൺ എടുത്ത് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളത്തിലിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ജെല്ല് കിട്ടി കേട്ടോ. ഫ്ലാക്സ് സീഡ് നിങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കണം, നല്ലതാണ്. ഇങ്ങനെ നമ്മുടെ മുടിയിൽ ഇട്ടാലും നല്ല ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല മുടി ഓരോന്നും നല്ല സ്മൂത്തായിട്ടിരിക്കും. നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പോലെ ഇരിക്കും ഈ ജെല്ല് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് ജെല്ല് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അലോവേറ ജെല്ല് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പിന്നെ ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ റോസ് പെറ്റലിൻ്റെ സ്കിൻ ഗ്ലോ ഫേസ് പാക്കിന് നമുക്ക് റോസ് പെറ്റൽ വേണ്ടത് 2 സ്പൂണാണ്. അരച്ചത് 2 സ്പൂൺ വേണം. ബീറ്റ്റൂട്ട് ജ്യൂസ് 1 സ്പൂണ് വേണം. അലോവേറ ജെല്ല് അതല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് 3 സ്പൂൺ വേണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇനി ബീറ്റ്റൂട്ട് ജ്യൂസ് കുറച്ചും കൂടെ ഒഴിച്ചെന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പ്ലെയിൻ വാഷ്, ചൂടുവെള്ളമൊന്നും വേണ്ട, നമുക്ക് പ്ലെയിനായിട്ട് വാഷ് ചെയ്യാം. അപ്പം ഞാൻ ഈ പറഞ്ഞ 2 പാക്കുകളും ആഴ്ചയിൽ 3 ദിവസം ഇടാം കേട്ടോ. റെഗുലറായിട്ട് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ 3 ദിവസം ഈ പാക്കുകൾ ഇടാം. പിന്നെ ഈ പാക്കുകളുടെ വേറൊരു ഗുണം എന്താണെന്നോ, ഡീടോക്സിഫയിങ് പാക്കാണ്. ഇതിൻ്റെ നമ്മൾ ഈ ബീറ്റ്റൂട്ട് ജ്യൂസിൻ്റെ ഒരു ഗുണം അതാണ് കേട്ടോ. നമ്മുടെ സുഷിരങ്ങളിലൊക്കെ അടിഞ്ഞുകൂടുന്ന എല്ലാവിധമായ അന്തരീക്ഷത്തിലുള്ള പൊടിയോ അഴുക്കോ എല്ലാം അടിഞ്ഞുകൂടി ഇതെല്ലാം പുറന്തള്ളുന്നതിന്, കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ പുറന്തള്ളുന്നതിന് ഏറ്റവും നല്ലതാണ് ബീറ്റ്റൂട്ട് ജ്യൂസ്. അപ്പോൾ എൻ്റെ ഈ 2 പാക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് യൂസ് ചെയ്യണം. പിന്നെ എന്നെ വാച്ച് തന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.